മൈ ഫാമിലി ആൻഡ് അതർ ആനിമൽസ് ജെറാൾഡ് മാൽക്കോം ടെറലിൻ്റെ ഒരു വർക്കാണ്. ആ ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു എക്സ്ട്രാക്റ്റാണ്, ഒരു കുഞ്ഞു പോർഷനാണ് ദ വേൾഡ് ഇൻ എ വോൾ എന്ന് പറയുന്നത്, WALL. അപ്പം വേൾഡ് ഇൻ എ വോൾ എന്ന് പറയുന്നത് ഈ ജെറാൾഡ് ടെറലിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടൊപ്പം, ഇദ്ദേഹം സത്യത്തിൽ ബ്രിട്ടീഷ് സിറ്റിസണാണ്. അപ്പം ഫാമിലിയോടൊപ്പം ഒരു ഐലൻഡിൽ, ഗ്രീക്ക് ഐലൻഡായിട്ടുള്ള കോർഫു എന്ന് പറയുന്ന CORFU ഒരു ഐലൻഡിൽ പോയി താമസിക്കും. അപ്പോൾ അവിടെ ഇവർ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് വീടിൻ്റെ ഗാർഡൻ്റെ ചുറ്റും ഒരു വോളുണ്ടായിരുന്നു, മതിൽ. ആ മതിലെന്ന് പറയും, അതിനെയാണ് ദ വേൾഡ് ഇൻ എ വോൾ എന്ന് പറയുന്നത്. ആ മതിലിലുള്ള ക്രിയേച്ചേഴ്സിനെ പറ്റിയാണ്. ഈ ജെറാൾഡ് ടെറൽ എന്ന് പറയുന്നത് പുള്ളി ഭയങ്കര ആനിമൽസ് ആയിട്ട് ഭയങ്കര ഫാസിനേറ്റഡ് ആണ്, ആനിമൽസിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. ഇതിനകത്ത് ചോദിക്കാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം ഡിസ്ക്രൈബ് ദി ഇൻഹാബിറ്റൻസ് ഓഫ് ദ വോൾ, പിന്നെ ആ വോളിനെ കുറിച്ച്, വേൾഡ് ഇൻ ദ വോൾ, അതിനെ പറ്റിയൊക്കെ ചോദിക്കാം. അപ്പം ആദ്യം ആ വോളിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അറൗണ്ട് ദ ഗാർഡൻ ആണ്, ഗാർഡന് ചുറ്റുമുള്ള വോളാണ്. അതൊരു ക്രംബ്ലിങ് ഏൻഷ്യൻറ്റ് ബ്രിക്ക് വോളാണ്. അതായത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്, പൊളിഞ്ഞു വീഴാറൊക്കെ എന്നാൽ കുറച്ച് ക്രാക്കൊക്കെ ഉള്ളത്. അപ്പം ചില ക്രാക്സ് എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ടുള്ള ഒരുപാട് വിഡ്ത്തുള്ള ക്രാക്സ് ഉണ്ട്, അങ്ങൊക്കെ പൊട്ടിയിട്ടുണ്ട്. ചിലതൊക്കെ ഹെയർ ലൈൻ പോലെ, മുടിനാര് പോലെ ചെറിയ ക്രാക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ വോളിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഇത് പ്ലാസ്റ്റേർഡ് ആണ്, അതായത് സിമെൻറ്റൊക്കെ തേച്ചിട്ടുള്ള അങ്ങനത്തെ പ്ലാസ്റ്റേർഡ് ആയിട്ടുള്ള വോളാണ്. പക്ഷെ അതിൻ്റെ പുറമേ ഫുള്ള് ഗ്രീൻ കളറാണ്, കാരണം അത് മോസ് കവേർഡ് ആയിട്ടാണ്. മോസ് ഈ പായലിൻ്റെയൊക്കെ ഒരു ടൈപ്പ്, അങ്ങനത്തെ ഒരു ചെടിയാണ്. അപ്പം അതിൻ്റെ പുറമേ ഉള്ള ഭാഗം മൊത്തം മോസ് കൊണ്ട് കവേർഡാണ്. കാരണം അവിടെ ഈ തണുത്ത കാലാവസ്ഥയൊക്കെയാണ്. അപ്പം എപ്പോഴും ആ ഒരു നനവ് ഉള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് മോസ് വളർന്ന് നിൽക്കുകയാണ്. പിന്നെ അങ്ങും ഇങ്ങും ഈ പ്ലാസ്റ്റർ ഇളവി പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇതിൻ്റെ അടിയിലുള്ള എന്താണ്, റോസ് പിങ്ക് ആയിട്ടുള്ള ബ്രിക്ക് കാണാൻ പറ്റും എന്ന് പറയുന്നു. അപ്പോൾ അതൊരു എന്താണ്, ഈ റിബ്സ് പോലെ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ റിബ്സ് പോലെ ഈ ബ്രിക്കിനെ ഈ പ്ലാസ്റ്റർ മാറിക്കിടക്കുന്ന സ്ഥലത്ത് കാണാൻ പറ്റുമെന്ന് പറയുന്നു. പിന്നെ ഈ വോളിൽ എന്താണ്, ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് ഓർഗാനിസംസ് ഉണ്ടെന്നാണ് ജെറാൾഡ് ടെറൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വോളിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാസിനേഷനായിരുന്നു. അപ്പം അതിലുള്ള കുറച്ച് ആനിമൽസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ വോളെന്ന് പറയുന്നത് ഇതിനകത്ത് ആദ്യം പറയുന്ന ഒരു വില്ലേജ് പോലെയാണെന്ന് പറയുന്നു. ഇതിനകത്ത് ഒരുപാട് എന്താണ്, ടോഡ് സ്റ്റൂൾസ് ഉണ്ട്, TOADSTOOLS. ടോഡ് സ്റ്റൂൾസ് എന്ന് പറയുന്നത് ഒരു ചെടിയാണ്, മഷ്റൂം, ഈ കൂണില്ലേ അതുപോലത്തെ അതിൻ്റെ വർഗ്ഗത്തിലൊക്കെ പെടുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഈ ടോഡ് സ്റ്റൂൾസ് പല കളറിലുള്ളതുണ്ട്, റെഡ്, യെല്ലോ, ബ്രൗൺ. അപ്പം ഈ കൂണറിയാലോ, മഷ്റൂമിൻ്റെ മുകളിൽ അംബ്രല്ലയൊക്കെ പോലെ നിൽക്കില്ലേ, അപ്പോൾ അതിൻ്റെ റൂഫ് ഇങ്ങനെ കുറേ മഷ്റൂംസ് നിൽക്കുമ്പോൾ അതൊരു വില്ലേജ് പോലെ ഫീൽ ചെയ്യും ഈ വോളിലെന്ന് പറയുന്നു. പിന്നെ അടുത്തത് ഫോറസ്റ്റ് പോലെ തോന്നുന്നത്, അതുകൊണ്ടാണ് ഒരു എൻറ്റയർ വേൾഡിനെ വോളെന്ന് പറയുന്നത്. ഒരു നമ്മുടെ ഭൂമിയിലുള്ള സാധനങ്ങൾ ഈ ഒരു വോളിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വില്ലേജ് പോലെ തോന്നും ഈ മഷ്റൂംസ്, ടോഡ് സ്റ്റൂൾസ് നിൽക്കുമ്പം. പിന്നെ ഈ ഫോറസ്റ്റ് പോലെ തോന്നിയെന്ന് പറയുമ്പോൾ FERNS, ഫോൺസ് ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്ന കാണുമ്പോൾ ഫോറസ്റ്റ് പോലെ തോന്നും. പിന്നെ ഒരു ബോട്ടിൽ മോസ് ഉണ്ട്, ബോട്ടിൽ ഗ്രീൻ മോസ്, BOTTL. അപ്പം ബോട്ടിൽ ഗ്രീൻ മോസ് എന്ന് പറയുന്ന വേറൊരു ചെടിയാണ്. അത് അതിൻ്റെ കൂട്ടത്തോടെ നിൽക്കുമ്പം ഒരു മൗണ്ടൻ പോലെ തോന്നും എന്ന് പറയുന്നു. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സത്യത്തിൽ നാച്ചുറലി അങ്ങനെ കിളിക്കുന്നതാണ്, പക്ഷേ ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ട്രിം ചെയ്ത് നിർത്തിയേക്കുന്ന പോലെ നല്ല ഭംഗിക്കാണ് നിൽക്കുന്നതെന്ന് പറയുന്നു. പിന്നെ വോളിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വോളിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് ഒരു ഡെസേർട്ട് പോലെയാണ്, കാരണം ഒരു ചെടി ഒന്നുമില്ല. കാരണം അത് ഭയങ്കര ഡ്രൈ ആണ്, കാരണം എപ്പോഴും വെയിലൊക്കെ അടിക്കുന്നത് വോളിൻ്റെ മുകൾ ഭാഗത്താണല്ലോ. അപ്പോൾ ഈ മതിലിൻ്റെ മുകൾ ഭാഗം ഒരു ഡെസേർട്ട് പോലെയാണ്, അവിടെ ഒന്നുമില്ല, കാരണം അത് എപ്പോഴും ഡ്രൈ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ആകെയുള്ള ഈ ചെടി എന്ന് പറയുന്നത് ഒരു റസ്റ്റ് റെഡ് മോസാണ്, അതൊരു ടൈപ്പ് ഓഫ് മോസാണ്, അത് മാത്രമേ മുകളിലുള്ളൂ. പിന്നെ ഈ ഓർഗാനിസംസും ബാക്കി ആനിമൽ സ്പീഷീസിൽ വരുന്ന ചെറിയ ഓർഗാനിസംസ് ഒന്നും വോളിൻ്റെ മുകളിൽ കാണത്തില്ല, ഈ ഏറ്റവും മുകൾ ഭാഗത്ത്. എക്സെപ്റ്റ് ഈ ഡ്രാഗൺ ഫ്ലൈസ് ഒക്കെ എന്താണ്, ഡു ദേ സൺ ബേത്തിങ്, എന്താണ്, സൂര്യപ്രകാശം ഇങ്ങനെ കൊള്ളാൻ വേണ്ടി ഡ്രാഗൺ ഫ്ലൈസ് മാത്രം അവിടെ ഏറ്റവും മുകളിൽ വന്നിരിക്കും. പിന്നെ ഈ വോളിൻ്റെ താഴെ, അതായത് മണ്ണിൽ വോളിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് വേറെ കുറേ ചെടികളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ഈ വോളിനെയൊക്കെ ഈ ഫുൾ ഇതിനെ ഗാർഡ് ചെയ്ത് നിൽക്കുന്നതായിട്ടൊരു ബ്ലാക്ക്ബെറിയുടെ ഒരു മരം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ആ വോളിനെ കുറിച്ച്.
പറയുന്നത്. പിന്നെ ഇൻഹാബിറ്റൻസ് ഓഫ് ദ വോളിൽ താമസിക്കുന്ന ആൾക്കാരെ കുറിച്ച് അതും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇൻഹാബിറ്റൻസ് ഓഫ് ദ വോളിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ രണ്ടായിട്ടാണ് ഈ വോളിലുള്ള ഇൻഹാബിറ്റൻസിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതായത് നൈറ്റ് വർക്കേഴ്സും ഡേ വർക്കേഴ്സും. രാത്രികാലങ്ങളിലും പകലിലും ഒരു ഷിഫ്റ്റിലാണ് ഇവർ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നു. പിന്നെ വേറൊരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഹണ്ടേഴ്സ് ആൻഡ് ദ ഹണ്ടഡ്. അതായത് പ്രിഡേറ്റേഴ്സ്, കൊല്ലുന്ന മൃഗങ്ങളും ഭക്ഷണമാവുന്ന മൃഗങ്ങളും. അപ്പം ഈ രാത്രി സമയം നൈറ്റിൽ ഹണ്ടേഴ്സ് എന്ന് പറയുന്നത് ഗെക്കോ, GCKO. ഗെക്കോ എന്ന് പറയുന്നത് ലിസാർഡാണ്, ഒരു പല്ലിയുടെയൊക്കെ വർഗ്ഗത്തിൽ പെടുന്ന ഒരു ജീവിയാണ്. അതൊരു ഹണ്ടറാണ്. പിന്നെ മറ്റ് വേറൊരു ജീവി ഹണ്ടർ എന്ന് പറയുമ്പോൾ ടോഡാണ്. രാത്രി TOAD. ടോഡ് ഈ തവളയുടെയൊക്കെ ഇതിൽ വരുമായിരിക്കും. അപ്പം ടോഡും ഗെക്കോസും ആണ് നൈറ്റ് ടൈമിലെ ഹണ്ടേഴ്സ്. അപ്പം നൈറ്റ് ടൈമിലെ പ്രേസ് ആരാണ്, അല്ലെങ്കിൽ ഹണ്ടഡ് എന്ന് പറയുന്നത് ഈ ടോഡും ഗെക്കോയും കഴിക്കുന്ന ഇവർ കഴിക്കുന്നത് ഈ ഫ്ലൈസിനെ, അവിടെ വരുന്ന ഇൻസെക്ട്സ്, അതിനകത്ത് പെടുന്ന ഫ്ലൈസ്, പിന്നെ മോത്ത്, MOTH, മോത്ത്, പിന്നെ ബീറ്റിൽസ്, BEETLS. അപ്പം ബീറ്റിൽസിനെയും മോത്തിനെയും ക്രെയിൻ ഫ്ലൈസ്, CRANE, ക്രെയിൻ ഫ്ലൈസ്, ഇതൊക്കെയാണ് ഹണ്ടഡ് എന്ന് പറയുന്നത്. ഹണ്ടേഴ്സ് എന്ന് പറയുന്നത് ഗെക്കോയും ടോഡുമാണ്. ഇനി പകൽ സമയത്താണെങ്കിൽ, ഡേ ടൈമിലാണെങ്കിൽ മോർ ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്നു. ആരാണ് ഹണ്ടർ, ആരാണ് ഹണ്ടഡ് എന്ന് തിരിച്ചറിയാൻ ഡിഫിക്കൽട്ടാണ്. കാരണം പകൽ സമയത്ത് എവ്രിതിങ് ഇൻ ദ വേൾഡ് ഇൻഡിസ്ക്രിമിനേറ്റ്ലി എയ്റ്റ് ഓൺ എവ്രിതിങ് എൽസ്. അതായത് എല്ലാ ജീവജാലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിനെയും കഴിക്കുന്നത് കാണാമെന്ന് പറയുന്നു പകൽ സമയത്ത്. അതായത് അതിൻ്റെ എക്സാമ്പിൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, പകൽ നോക്കുമ്പം ഈ ഹണ്ടിങ് വാസ്പ്, WASP, ഈ വാസ്പ് ഈ സ്പൈഡേഴ്സിനെയും അതുപോലെ ഫ്ലൈസിനെയൊക്കെ കഴിക്കുന്നത് കാണാമെന്ന് പറയും. ഈ സ്പൈഡേഴ്സ് പിന്നീട് അപ്പം ഹണ്ടിങ് വാസ്പ് സ്പൈഡേഴ്സിനെയും ഈ കാറ്റർപില്ലറില്ലേ, ബട്ടർഫ്ലൈയുടെ അപ്പം കാറ്റർപില്ലേഴ്സിനെയും ഇതിനെയൊക്കെ, ഫ്ലൈസിനെയും ഒക്കെ കഴിക്കും ഹണ്ടിങ് വാസ്പ്, സ്പൈഡേഴ്സിനെയൊക്കെ. ഈ സ്പൈഡേഴ്സ് ആരെ കഴിക്കും, ഫ്ലൈസിനെയൊക്കെ കഴിക്കും. ഈ ഫ്ലൈസ് തന്നെ ഈ ഡ്രാഗൺ ഫ്ലൈസ് ഒക്കെ തിരിച്ച് സ്പൈഡേഴ്സിനെയും കഴിക്കും. സ്പൈഡേഴ്സ് ഫ്ലൈസിനെയും കഴിക്കും, പല ഫ്ലൈസും സ്പൈഡേഴ്സിനെയും കഴിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും എല്ലാത്തിനെയും കഴിക്കുകയാണ്. പിന്നെ അവസാനം ഈ ലിസാർഡ് എന്ന് പറയുന്നത് എല്ലാത്തിനെയും കഴിക്കും ഇതിനകത്തുള്ള. പിന്നെ ഈ കൂട്ടത്തിലുള്ളതിൽ ഇയാളുടെ ഏറ്റവും ഫേവറേറ്റ് ജീവി എന്ന് പറയുന്നത് സ്കോർപ്പിയൺ ആണ്. അപ്പം സ്കോർപ്പിയണിനെ ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് ഷൈയസ്റ്റ് ആൻഡ് മോസ്റ്റ് ഷൈയസ്റ്റും പിന്നെ സെൽഫ് ഇഫേസിങ്, അതായത് ഇൻവിസിബിൾ ആയിട്ട് കാണാൻ അങ്ങനെ കിട്ടാത്തൊരു ജീവിയാണ് സ്കോർപ്പിയൺ എന്ന് പറയും, ബ്ലാക്ക് സ്കോർപ്പിയൺ. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ഈ സ്കോർപ്പിയണിനെ ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ ചോദിക്കാം. ഷൈയസ്റ്റ് ആൻഡ് മോസ്റ്റ് സെൽഫ് എഫേസിങ് ക്രിയേച്ചർ ഓഫ് ദ ഹോൾ കമ്മ്യൂണിറ്റി, അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ സ്കോർപ്പിയനെ ഇയാൾ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ പോളിഷ്ഡ് ചോക്ലേറ്റ് പോലെയാണ് സ്കോർപ്പിയൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ആ സ്കോർപ്പിയൻ്റെ രൂപം ഒന്ന് ചിന്തിച്ചാൽ മതി, തേളില്ലേ അതിൻ്റെ. അപ്പം ബ്ലാക്ക് സ്കോർപ്പിയൻ ഒരു പോളിഷ്ഡ് ചോക്ലേറ്റ് പോലെയാണ് ഇരിക്കുന്നതെന്ന് പറയുന്നു. പിന്നെ ഇതിൻ്റെ ബോഡീനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ബോഡി ഫ്ലാറ്റ് ആണ്, ഓവൽ ഷേപ്പാണ് എന്ന് പറയുന്നു. പിന്നെ ഇതിൻ്റെ ക്ലോസ്, CLAWS, ക്ലോസ് എന്ന് പറയുന്നത് ക്രാബിൻ്റെ പോലത്തെയാണ്, ക്രാബ് ലൈക്ക് ക്ലോസ് എന്ന് പറയുന്നു. ഞണ്ടിൻ്റെ പോലത്തെ ക്ലോസ് ഇതിനുണ്ടെന്ന് പറയുന്നു. പിന്നെ ഇതിൻ്റെ ലെഗ്സ് ഒക്കെ എന്ന് പറയുന്നത് ക്രൂബ്ഡ് ആണ്, CROOKED, ക്രൂബ്ഡ് ലെഗ്സ്. പിന്നെ ഇതിൻ്റെ ടെയിൽ എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രിങ്ങിൽ ബ്രൗൺ കളറിലെ ബീഡ്സ്, മുത്തുകൾ നമ്മളിങ്ങനെ നിറച്ചാൽ ഒരു മാലയിൽ മുത്ത് കോർക്കുന്ന പോലെ ഉള്ള ടെയിലാണ്. ടെയിലിൽ ബ്രൗൺ ബീഡ്സ് ഒരു സ്ട്രിങ്ങിൽ നിറച്ചതുപോലെയാണ് ടെയിലിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ടിപ്പിൽ സ്റ്റിങ് ഉണ്ട്. ഇത് കുത്തുന്ന ആ ഒരു സ്റ്റിങ്, അതൊരു റോസാപ്പൂവിൻ്റെ തോൺ പോലെ, മുള്ളു പോലെയാണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പിന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് പറഞ്ഞാൽ പ്ലസൻ്റ് ആയിട്ടുള്ള ക്രിയേച്ചേഴ്സാണ്, ഹ്യൂമൻസിനെയും എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അൺഅസ്യൂമിങ് ക്രിയേച്ചേഴ്സ്, പ്ലസൻ്റ് ആണ്. പിന്നെ എപ്പോഴും അത് ഹൈഡ് ചെയ്തിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, പുറത്തോട്ട് വരാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്നു. ഈ നറേറ്റർ പോയി ഒരു നൈഫ് വെച്ചിട്ട് ഈ പ്ലാസ്റ്റർ ചെറുതായിട്ട് മാറ്റി നോക്കും. അപ്പോൾ അതിൻ്റെ പിറകിൽ ഒളിച്ചിരിക്കുന്ന ഈ സ്കോർപ്പിയനെ കാണും. അങ്ങനെ അതിനെ എടുത്ത് നോക്കും എപ്പോഴും. അതാണ് പറയുന്നത്. പിന്നെ സ്കോർപ്പിയൻ്റെ ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ സ്കോർപ്പിയൻ്റെ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാത്തിനെയും അത് തിന്നും. ഫ്ലൈസിനെ തിന്നും, മോത്തിനെ കഴിക്കും, പിന്നെ അങ്ങനെയുള്ള ജീവികളെല്ലാം ബീറ്റിൽസിനെയും ഫ്ലൈസിനെയും മോത്തിനെയും ഗ്രാസ് ഹോപ്പേഴ്സിനെയൊക്കെ കഴിക്കും. പിന്നെ ഇതിൻ്റെ ഒരു വിയേർഡായിട്ടുള്ളൊരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്കോർപ്പിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും
സ്കോർപ്പിയൻസിനെ തന്നെ കഴിക്കും. അപ്പോൾ അതാണ് ഇയാൾ പറയുന്നത്, ഐ ഫൗണ്ട് വൺ ഓഫ് ദം സെവറൽ ടൈംസ് ഐ ഫൗണ്ട് വൺ ഓഫ് ദം ഈറ്റിംഗ് അനദർ, ദ ഹാബിറ്റ് ഐ ഫൗണ്ട് മോസ്റ്റ് ഡിസ്ട്രസിങ് ഇൻ എ ക്രിയേച്ചർ അതർവൈസ് സോ ഇംപെക്കബിൾ. അതായത് അല്ലാതെ നോക്കിയാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രിയേച്ചർ ആയിരുന്നു സ്കോർപ്പിയൻ. ഇതിനകത്ത് കാണുന്ന ഒരേ ഒരു ഡിസ്ട്രസിങ് ആയിട്ടുള്ള നെഗറ്റീവ് ക്യാരക്ടർ പുള്ളിക്ക് തോന്നിയെന്ന് പറയുന്നത് ഈ സ്കോർപ്പിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കും, അതാണെന്ന് പറയും. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് വരാം, ഈ സ്കോർപ്പിയൻ കാരണം ഇവരുടെ ഫാമിലിയിൽ ഉണ്ടായ പ്രോബ്ലംസും ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചൊക്കെ ചോദിക്കാം. ആഫ്റ്റർ ഇഫക്ട്സ്, റിപ്പർക്കഷൻസ് ഓഫ് ദി ഇൻസിഡൻറ്റ് ഒക്കെ ചോദിക്കാം. അതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഈ നറേറ്റർ നോക്കിയപ്പം ഒരു ഫാറ്റ് ഫീമെയിൽ സ്കോർപ്പിയനെ കാണുന്നു. അപ്പോൾ അതിൻ്റെ ദേഹത്തൊരു ഫർ കോട്ട് കവർ ചെയ്ത പോലെ തോന്നുകയാണ്. അപ്പം ഇയാൾ അടുത്ത് വന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ഫർ കോട്ടൊന്നും അല്ല, അതിൻ്റെ ദേഹത്തോട്ട് ഈ ബേബി സ്കോർപ്പിയൻസ് ഇങ്ങനെ ക്ലിങ് ചെയ്തിരിക്കുവാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇയാൾ ഇതിനെ എടുത്തിങ്ങനെ വീക്ഷിക്കാൻ, ഇത് വളരുന്നതൊക്കെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സ്കോർപ്പിയണിനെയും ഈ കുഞ്ഞുങ്ങളെ മണ്ടയിലിരിക്കുവാണ് സ്കോർപ്പിയൻ്റെ, അതിനെ അതോടെ എടുത്തിട്ട് ഒരു മാച്ച് ബോക്സിനകത്ത്, തീപ്പെട്ടിയുടെ ബോക്സിനകത്ത് വെച്ചിട്ട് വീട്ടിനകത്തോട്ട് കൊണ്ടുപോകും. അപ്പം കറക്റ്റ് ആ സമയത്താണ് ലഞ്ച് കഴിക്കാൻ വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ ഇയാളിത് ഡൈനിങ് റൂമിനകത്ത് ഒരു മാൻറ്റിൽ പീസിൽ, ഈ ഷെൽഫ് പോലുള്ള ഫയർ പ്ലേസിന് മുകളിലുള്ള സ്ഥലത്ത് ഈ മാസ്റ്റിക് കൊണ്ട് വെക്കും, ഇതിന് ഫ്രഷ് എയറൊക്കെ കിട്ടട്ടെ എന്നും പറഞ്ഞു. എന്നിട്ട് ഇവരെല്ലാം കഴിക്കാൻ പോകും. അപ്പം കഴിക്കാൻ പോകുമ്പോൾ പിന്നെ ഇവരുടെ വീട്ടിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സാണ്. ഇയാളുടെ അമ്മയുണ്ട്, പിന്നെ റോജർ, ROGER, റോജർ എന്ന് പറയുന്നത് ഇയാളുടെ ഡോഗാണ്, പെറ്റ് ഡോഗാണ്. പിന്നെ ഇയാളുടെ 2 ബ്രദേഴ്സ് ഉണ്ട്, ലാരി LARRYയും ലെസ്ലി LESLI. അത് 2 ബ്രദേഴ്സാണ്. പിന്നെ സിസ്റ്ററാണ് മാർഗോ എന്ന് പറയുന്നത്, MARGO, അയാളുടെ സിസ്റ്ററാണ്. പിന്നെ ഇവരുടെ വീട്ടിലെ സെർവൻ്റാണ്, മെയ്ഡാണ് ലുഗററ്റ്സിയ എന്ന് പറയുന്നത്, LUGARETZIA, ലുഗററ്റ്സിയ. അപ്പം ഈ ലഞ്ച് കഴിക്കുമ്പോഴത്തേനും നറേറ്റർ ഈ ജെറാൾഡ് ടേബിളിൽ ഇരുന്നിട്ട്, ടേബിളിൻ്റെ അടിയിൽ ഈ റോജർ ഇരിക്കുകയാണ്, പെറ്റ് ഡോഗ്. അതിന് ടേബിളിൻ്റെ അടിയിൽ കൂടി ഇയാൾ ആഹാരമൊക്കെ കൊടുത്തുകൊണ്ട് അവിടെ ഇരിക്കുമ്പം പെട്ടെന്ന് ഈ ലാരി ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് പോയി സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട് പോയി മാച്ച് സ്റ്റിക്ക് അറിയാതെ എടുത്തിട്ട് എന്താണ് ഇത് ലൈറ്റ് ചെയ്യാൻ വേണ്ടി കസേരയിൽ ചാരിയിരുന്ന് ഇങ്ങനെ മാച്ച് സ്റ്റിക്ക് തുറക്കുമ്പം ഈ സ്കോർപ്പിയൺ ആണെങ്കിൽ അതിനെ ഇപ്പോൾ ഇത്രയും നേരം പൂട്ടിയിട്ടേക്കുമായിരുന്നല്ലോ, അപ്പോൾ അത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇയാളുടെ കയ്യിലോട്ട് ചാടും, കൈയുടെ ഹാൻഡിൻ്റെ മുകളിൽ, ബാക്ക് ഓഫ് ഹിസ് ഹാൻഡ്. അന്നേരം പെട്ടെന്ന് കയ്യിലെന്തോ മൂവ് ചെയ്യുന്ന കണ്ടിട്ട് ഇയാൾ നോക്കുമ്പോഴത്തേനും സ്കോർപ്പിയനെ കാണുമ്പോൾ ഇയാൾ ഉറക്കെ സ്ക്രീം ചെയ്തിട്ട് കൈ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യും. അപ്പോൾ ഈ സ്കോർപ്പിയൻ പറന്നു പോയിട്ട് ഈ ടേബിളിൽ വീഴും, എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്ന ടേബിളിൽ വീഴും. അപ്പോൾ ഈ മണ്ടയിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ചെതറിപ്പോവും ഈ സ്കോർപ്പിയൻ്റെ മുകളിലിരുന്ന്. എന്നിട്ട് ഈ സ്കോർപ്പിയൻ അപ്പം പെട്ടെന്ന് ഒന്നും ചെയ്ത് അടങ്ങിയിരുന്ന് അതിനെ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അതിന് ദേഷ്യം വന്നിട്ട് ഈ ടേബിളിൽ വീണ ഈ സ്കോർപ്പിയൻ ലെസ്ലിയുടെയും ലാരിയുടെയും ഇടയ്ക്കാണ് വന്ന് വീഴുന്നത് ആ ടേബിളിൽ. അപ്പം പെട്ടെന്ന് ലെസ്ലിയുടെയും മാർഗോയുടെയും ഇടയ്ക്കാണ് വീഴുന്നത്. ലെസ്ലിയുടെ അടുത്തോട്ട്, ഇയാളുടെ ബ്രദറാണ്, അടുത്തോട്ട് പോകും. അപ്പോൾ ഇത് കണ്ട് പേടിച്ച് ലെസ്ലി ഈ ടേബിൾ ക്ലോത്ത് അയാളുടെ അടുത്തുള്ള ഇത് വെച്ച് ഇങ്ങനെ അതിനെ ഷൂക്ക് ചെയ്ത് കളയുമ്പം അത് പറന്നു പോയിട്ട് മറ്റേ മാർഗോ, ഇയാളുടെ സിസ്റ്ററിൻ്റെ അടുത്തേക്ക് വീഴുകയാണ്. അപ്പം മാർഗോ ഇത് കണ്ടിട്ട് പെട്ടെന്ന് സ്ക്രീം ചെയ്യുകയാണ്. അപ്പം ആദ്യം ഈ ലാരിയുടെ കയ്യിൽ സ്കോർപ്പിയൺ വന്ന് അയാൾ സ്ക്രീം ചെയ്യുമ്പം ഈ ലുഗററ്റ്സിയയുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് താഴെ വീഴുന്നു ഞെട്ടിയിട്ട്. പിന്നെ അതുപോലെ ഈ റോജർ, ടേബിളിൻ്റെ അടിയിരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന റോജർ, ഈ പെറ്റ് ഡോഗ് ചാടി പുറത്ത് വന്ന് ബാർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ മാർഗോയുടെ അടുത്തോട്ട് പോയപ്പോഴത്തേനും മാർഗോ കസേരയൊക്കെ തട്ടിയിട്ടിട്ട് ഉറക്കെ സ്ക്രീം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അമ്മ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേനും മാർഗോ അവിടെ ഇരുന്ന് ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് സ്കോർപ്പിയൻ്റെ മണ്ടയിലോട്ട് ഒഴിക്കാൻ നോക്കും, പക്ഷേ അത് അമ്മയുടെ ദേഹത്തോട്ടാണ് വീഴുന്നത്. അപ്പോൾ അമ്മ അവിടെ പെട്ടെന്ന് ഈ തണുത്ത വെള്ളം ദേഹത്ത് വീണ് ശ്വാസം കിട്ടാതെ ഷീ വാസ് ഗ്യാസ്പിങ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലെസ്ലിയും ലാരിയൊക്കെ പറയുകയാണ് ഇതിനെ നൈഫ് വെച്ച് കൊല്ല്, ബുക്ക് എടുത്തടിച്ച് കൊല്ല് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ജെറാൾഡാണ് ഈ തീപ്പെട്ടിക്കകത്ത് ഇതിനെ വെച്ചതെന്ന്. അപ്പം ഈ എല്ലാവർക്കും കാര്യം മനസ്സിലായി, പക്ഷെ റോജർ, ഈ പെറ്റ് ഡോഗിന് മാത്രം കാര്യം മനസ്സിലായില്ല. അപ്പോൾ അത് ഈ വീട്ടിലാകെ സ്ട്രേഞ്ചർ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഈ സെർവൻറ്റ് ലുഗററ്റ്സിയാണ്. അപ്പോൾ അവരാണ് ഇതിനെല്ലാം കുഴപ്പക്കാരി എന്ന് പറഞ്ഞ് വീട്ടുകാർക്ക് എന്തൊക്കെയോ ആപത്ത് വരുവാണെന്ന് പേടിച്ച് പോയി ലുഗററ്റ്സിനെ കടിക്കും കാലിൻ്റെ ആംഗിളിൽ. അങ്ങനെ ഫുള്ള് കെയോസ് ആവും. പിന്നെ അവസാനം ഈ ജെറാൾഡ് അമ്മയടുത്ത് പറഞ്ഞ് കൊല്ലണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞൊക്കെ പറയുമ്പം അമ്മ അതിന് സമ്മതിക്കും. പിന്നെ അവസാനം ഇയാൾ ടീസ്പൂൺ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ എടുത്ത് ഈ ബേബി സ്കോർപ്പിയനെ എടുത്ത് അമ്മയുടെ
ഫീമെയിൽ സ്കോർപ്പിയൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു എന്താണ് സോസറിലെടുത്ത് ഇതിനെ കൊണ്ട് പുറത്ത് വോളിൽ കൊണ്ടാക്കും. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇയാളും ഡോഗും കൂടെ ഒരു ഹിൽ സൈഡിൽ പോയിരിക്കും. അതെന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ എന്തിനാണ് അവർ പോയിരിക്കുന്നതെന്ന് പറയുമ്പം അവർക്ക് തോന്നുകയാണ് ഇറ്റ് ഈസ് prudent ടു സ്റ്റേ അവേ ഫ്രം ദ ഹോം ആൻഡ് ലീവ് ദം ഫോർ എ സിയസ്റ്റ. SIESTA, അതായത് ഉച്ചയുറക്കം, ആഫ്റ്റർനൂൺ നാപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഇവർ കാരണമാണല്ലോ ഇയാൾ ജെറാൾഡ് കാരണമാണല്ലോ ഇത്രയും പ്രശ്നം ഉണ്ടായത്. അപ്പോൾ കുറച്ച് നേരം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് ജെറാൾഡിന് തോന്നി. പിന്നെ ഇതിൻ്റെ റെപ്പർക്കഷൻസ് എന്താണെന്നൊരു ക്വസ്റ്റൻ ഉണ്ട്. അതായത് ഈ ഇൻസിഡൻറ്റിൻ്റെ എല്ലാം ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ 3 ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. ഒന്നാമത്തേത് ലാരിക്ക് ഒരു ഫോബിയ, പെർമനൻ്റ് ആയിട്ട് ഒരു ഫോബിയ ഡെവലപ്പ് ചെയ്തു, പേടി ഫോർ മാച്ച് ബോക്സ് എവിടെ കണ്ടാലും ലാരി പേടിക്കും. അതുപോലെ ഹാൻഡ് കർച്ചീഫ് കയ്യിൽ ചുറ്റിയിട്ടാണ് മാച്ച് ബോക്സ് തുറക്കുന്നത്. പിന്നെ ലുഗററ്റ്സിയ അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ എവിടെ ഇങ്ങനെ എപ്പോഴും രാവിലെ അവരുടെ കാലിലെ ആ ഡോഗ് കടിച്ച വൂണ്ട് ഹീലായിട്ടും അവരെപ്പോഴും ഇങ്ങനെ മുടന്തി ലിംബായിട്ട് നടക്കുന്നു. എന്നിട്ട് എപ്പോഴും കാണിക്കും അത് ആ മുറിവ് ഉണങ്ങിയാലും അത് അതിനെ വീണ്ടും വീണ്ടും ഇവരുടെ അടുത്തൊക്കെ കാണിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ നറേറ്ററിനെ ജെറാൾഡ് ഭയങ്കര വൈൽഡായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നും പറഞ്ഞ് അമ്മ ജെറാൾഡിന് കുറച്ച് എഡ്യൂക്കേഷൻ കിട്ടണമെന്ന് പറഞ്ഞ് എന്താണ് ഹോസ്റ്റലിലാക്കുന്നു, അതായത് ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടാക്കുന്നു.